ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മുടെ കൾച്ചർ സെൻറ്റർ വിസിറ്റിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇന്ന്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറിയപ്പോൾ തന്നെ കണ്ട ഫോട്ടോസൊക്കെയാണിത്. അപ്പോൾ പായ്ക്കപ്പലിനെ കുറിച്ചും പണ്ട് നമ്മുടെ പൂർവികന്മാരൊക്കെ എങ്ങനെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ഈ സെക്ഷനിൽ കാണിക്കുന്നത്. അപ്പം ബോട്ടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവിടെ നമുക്ക് എല്ലാത്തിനും സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ബോട്ടുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തടികൾ, മരങ്ങൾ, അതിനായിട്ടുള്ള ടൂൾസ് അതൊക്കെ എവിടെ നിന്നാണ് വന്നത്. അപ്പം ഈ ടൂൾസും ഈ നമ്മുടെ മരങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ എല്ലാം വായിച്ച് നോക്കുമായിരുന്നേ. അപ്പം നമ്മുടെ ഏതൊക്കെ തടികളാണ് എല്ലാ കടൽ വെള്ളത്തിനും യോജിച്ചതെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേക്ക്, വാഗ, പിന്നെ ജാക്ക് വുഡ്, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള തടികളുടെയൊക്കെ ഒരു ഫോർമാറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത് വായിച്ച് നോക്കാനും ടച്ച് ചെയ്ത് നോക്കാനൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവരതിന് നമുക്ക് ഓരോന്നിനുള്ള ഇത് കാണിച്ച് തരുന്നുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് എന്തൊക്കെ പരിണാമമാണ് സംഭവിച്ചിട്ടുള്ളത്, അത് എൻജിനിലോട്ട് മാറി. അപ്പോൾ ആ എൻജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് കേട്ടോ ഇനി അവർ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ എൻജിൻ എവിടെയാണ്, എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ ഓരോ വണ്ടിയുടെ ഓരോ പാർട്ടിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പണ്ട് പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ തൊട്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളുടെ വരെ ആർട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഓരോ വണ്ടികളുടെ എല്ലാം ആർട്ടും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന പലതരത്തിലുള്ള ബോട്ടുകൾ, സ്പോർട്സ് കാറുകൾ, സ്പോർട്സിൻ്റെ വണ്ടികൾ, പിന്നെ ചെറിയ ചെറിയ ഹെലികോപ്റ്ററുകളുടെ, ഫ്ലൈറ്റുകളുടെ എല്ലാം മോഡലുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു കേട്ടോ സൈക്കിളിൻ്റെ ആ സൈക്കിളിൻ്റെ സെക്ഷൻ. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു അംബാസിഡർ കാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൻ്റെ ഞാൻ ഷോട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കാറിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇവിടെ കുറേ എൻജിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എൻജിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു റോഡ് കേട്ടോ. എങ്ങനെയാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്, മണ്ണിനടിയിലൂടെയൊക്കെ റോഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു റെനോൾട്ട് കമ്പനിയുടെ ഫിസി എന്ന് പറയുന്ന ഒരു മൈക്രോ കാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം വിചാരിച്ചു അതിലാദ്യം കയറി ഇരുന്നൊക്കെ നോക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചത് ഒറിജിനലായിട്ടുള്ള തന്നെ ഒരു വണ്ടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ തന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക്കായിട്ട് എങ്ങനെയാണ് എൻജിൻ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത് എൻജിൻ്റെ ഒരു പാറ്റേണൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവിടെ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പല തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇതും അതുപോലെ പെട്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഇതിൽ നമുക്ക് 2 നോബ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ നോബിൽ പിടിച്ചിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ബോൾസ് ഉണ്ട്. ആ ബോൾസ് ഒരു ട്യൂബ് വഴി ഇങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിക്കുന്ന അനുസരിച്ച് ആ ബോൾസ് പല വഴിയിലോട്ട് നമുക്ക് തിരിച്ചു വിടാൻ പറ്റുമേ. പക്ഷേ ഇതെല്ലാം എല്ലാ ബോളുകളും പോയിട്ട് തിരിഞ്ഞ് കറങ്ങി വന്നിട്ട് ഒരൊറ്റ സെക്ഷനിലോട്ട് വരും കേട്ടോ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഗെയിം. അപ്പം ആദ്യക്കൂട്ടനാണെങ്കിൽ ഞങ്ങളാരും കളിച്ചില്ല കേട്ടോ. അപ്പം മനുഷ്യരുടെ ഇങ്ങനെ ജസ്റ്റ് അതൊക്കെ തിരിച്ച് നോക്കി. പിന്നെ ആദ്യക്കൂട്ടനായിരുന്നു അത് മൊത്തം ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അവനിങ്ങനെ പല സ്ഥലത്തോട്ടൊക്കെ ബോളൊക്കെ തിരിച്ചൊക്കെ വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നു കേട്ടോ ഈ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ആ സെക്ഷന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ നേരെ പോയത് വേറൊരു ഗെയിമിലോട്ടാണ്. അപ്പോൾ ഇവൻ ഈ കറക്കുന്ന ഈ സാധനത്തിൽ ബോളുകൾ ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ചെയിൻ പോലൊരു സാധനം പോകുന്നുണ്ട്, അതിലോട്ട് ബോളുകൾ കയറ്റി വിടണേ. അപ്പോൾ കുറേ കറങ്ങി കഴിയുമ്പോൾ ബോളുകളൊക്കെ പോയിട്ട് മുകളിലോട്ട് കയറി പോകും കേട്ടോ. കയറിയതിന് ശേഷം മുകളിൽ ട്യൂബ് കൊടുത്തിട്ടില്ല, ആ ട്യൂബ് വഴി ബോളുകൾ തിരിച്ച് വീണ്ടും ഇവിടെ വരും. അപ്പം ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ കുറേ സെക്ഷനൊക്കെ കഴിഞ്ഞ് മടുത്തായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് മനുഷ്യന് ഇവനെ പിടിച്ച് വലിച്ചോണ്ടൊക്കെ പോവുക. പക്ഷേ ഇവൻ എന്ത് ചെയ്താൽ വരത്തില്ല കേട്ടോ. അവനിത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ആൾക്ക് അവിടെ ചെന്നപ്പോഴാണ് കൂടുതൽ എനർജി ആയത്.
അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് കിടന്ന് കറക്കുമായിരുന്നു. അവർ ഈ ബോളുകൾ ഫുൾ അപ്പുറത്തെ സൈഡിൽ എത്തിക്കണം എന്ന് പറഞ്ഞിരുന്ന് കളിക്കുമായിരുന്നേ. അപ്പം അഞ്ചേട്ടൻ പറഞ്ഞ് വേണ്ടടാ മടുക്കും, നമുക്ക് പോകാം, ഇനി നമുക്ക് കുറേ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ മനുഷ്യേട്ടൻ അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ അവസാനമേ. അപ്പം ഇത് ഒരു ഇത് എന്തോ കറണ്ടിൻ്റെ ഇത് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കൈ ഉപയോഗിച്ച് എങ്ങനെയാണത് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ബോളുകൾ തിരിച്ചു വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നപ്പം അവിടെ ഇങ്ങനെ നമ്മുടെ സയൻസ് ലാബിലൊക്കെ കാണത്തില്ലേ ബാറ്ററിയും കറണ്ടും ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതുപോലെ ഒരു സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഇവർ പറഞ്ഞ് നമുക്ക് ആ ലൈറ്റ് കത്തും, അതിന് മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൾബ് കത്തുമെന്ന് പറഞ്ഞിട്ട് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടെ. അപ്പോൾ ഒരു വട്ടം ആദ്യം എന്തോ ഞെക്കിയ സമയത്തെങ്ങാണ്ട് ലൈറ്റ് കത്തിയെന്നൊക്കെ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കത്തിച്ചിട്ടേ വരുള്ളൂ, അവിടെയെല്ലാം കത്തിക്കുമെന്നും പറഞ്ഞായിരുന്നു അവിടെ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. അവസാനം എന്തോ ലൈറ്റ് കത്തിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഞാൻ പക്ഷേ അതിന് കൂടുതൽ ഇത് കൊടുത്തില്ല. അത് ലാസ്റ്റ് അതിനകത്തൊരു ലൈറ്റ് വന്നു എന്നൊക്കെ ഇങ്ങനെ അന്വേഷേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് പിടിക്കുന്നില്ല, അതിനകത്ത് ലൈറ്റ് തെളിയിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫുള്ള് കണക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. അവസാനം അവിടെ എല്ലാം തീയിടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സെക്ഷനായിരുന്നു കേട്ടോ, ഈ ട്രാൻസ്പോർട്ടേഷനും റോബോട്ടിക്കും ഒക്കെ. അപ്പം ഞാൻ വെറുതെ അവിടെ നിന്ന് വീഡിയോ പിടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നതും കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കി അതിന് എന്തോ ഒരു പവർ കൊടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന കാണാൻ പറ്റുമായിരുന്നേ. അപ്പം അങ്ങനെ ഒരു 3 സെക്ഷൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് എന്തോ വർത്താനം പറയുന്നതിന് സൗണ്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കാറുണ്ട്. കുറേ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ തന്നെ കുവൈറ്റി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളടുത്ത് ചെന്നപ്പോൾ ഉണ്ട് ഒരു റൂം പോലെ ഒരു സംഭവമാണ്. അതിനകത്തേക്ക് കുറേ തരത്തിലുള്ള ലെൻസ് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ആ ലെൻസിലോട്ട് ഫേസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് അധികം നോക്കാൻ പറ്റത്തില്ലായിരുന്നു ആ ലെൻസിലോട്ട്. അപ്പോഴത്തേക്കും നമുക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുമായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വിസിബിൾ സൗണ്ട് വേവ് എന്നവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു സെക്ഷനോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു മെയിനായിട്ടുള്ളൊരു വലിയൊരു റോബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പോകുന്നതിന് മുന്നേ ഈ കൾച്ചർ സെൻറ്ററിനെ കുറിച്ച് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കാണിച്ചത് ഈ റോബോട്ടിൻ്റെ പടമാണ്. അപ്പോൾ ഈ റോബോട്ട് മൂവ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അതിങ്ങനെ നിൽക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ റോബോട്ടിക്കിൻ്റെ തന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ റോബോട്ടുകളും പല കണ്ടുപിടുത്തങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നമുക്കിതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ലെങ്കിലും നമുക്ക് അവിടെ നിന്നുള്ള വായിച്ചിട്ടുള്ള അറിവും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിന് അവിടെ ഇങ്ങനെ പല ഗെയിംസൊക്കെ കളിക്കാനുള്ളത് കൊണ്ട് അവനിങ്ങനെ പല ഗെയിമുകളും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നേ. ഇതെന്തോ ഒരു സംഭവം നമ്മുടെ ഈ ടൈറ്റാനിക്കൊക്കെ വെള്ളത്തിനടി കിടക്കുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഏരിയയിൽ തന്നെയുള്ള പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ളൊക്കെ സാധനങ്ങളെക്കുറിച്ചൊക്കെ കാണിക്കുന്ന ഒരു ഇതായിരുന്നു. മുകളിലൊരു ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്തിരുന്ന ചെറിയ ചെറിയ ഫ്ലൈറ്റുകളും അതിൻ്റെയൊക്കെ മോഡലുകളും ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് ചെന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു ഇത് കണ്ടായിരുന്നു. നമ്മളൊരു ഭൂമിയുടെ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു തീ പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന സമയത്ത് അതിനകത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു, കുവൈറ്റികളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ വീഡിയോ പിടിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചിങ്ങോട്ട് പോകുന്നായിരുന്നേ. അവരിറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഒന്നും കൂടെ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നായിരുന്നേ. ആ സമയത്ത് മനുഷ്യേട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചാണ് കേട്ടോ. അപ്പം അതിലെന്തോ ഒരു പൊടി പോലൊരു സാധനം കിടപ്പുണ്ട്, നമ്മുടെ മണൽ പോലൊരു സാധനം കിടപ്പുണ്ട്. മനുഷ്യേട്ടൻ ആ റൗണ്ടിൽ അത് പിടിച്ചിങ്ങനെ തിരിക്കുന്ന സമയത്ത്
അതിങ്ങനെ കിടന്ന് ഒരു എന്താ പറയുന്നത് തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അതിനകത്ത് കയറാൻ പോവുകയാണ്. ഭൂമി പോലത്തെ സാധനത്തിനകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു തിയേറ്റർ പോലെ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഫുള്ള് നമുക്ക് സിനിമയൊക്കെ കാണുന്നത് പോലുള്ളൊരു തിയേറ്ററിൻ്റെ ഒരു മോഡലിൽ വെച്ചിരിക്കുന്നതായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി അതിൻ്റെ എങ്ങനെയാണ് പിന്നെ ഭൂമിയെക്കുറിച്ചോ ഭൂമിയുടെ അകക്കാമ്പിനെക്കുറിച്ചോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും റോബോട്ടിക്സും ഒക്കെ തീരാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പാർട്ട് 3 കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ആൻഡ് എക്കോസിസ്റ്റം ആണ് കേട്ടോ. അപ്പം അതിനകത്താണ് അക്വേറിയം ഒക്കെ വരുന്നത്. അപ്പം എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.